ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് രാവിലെ ഇന്ന് നമുക്ക് അടയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഇലയിലൊക്കെ വെച്ച് ചുടുന്ന അടയാണ്. അങ്ങനെ അടയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് തന്നെ പോയിട്ടോ. നമുക്ക് ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. അതും ഇപ്പോൾ ഒരു പ്രാണിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ പയറുമാകെ നാശമാക്കിക്കൊണ്ടിരിക്കുകയാണത്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ മരുന്നൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ തെളിക്കണം. അപ്പം അതിന് മുമ്പ് ഞങ്ങൾ ഉണ്ടായ പയറൊക്കെ വേഗം പൊട്ടിച്ചെടുക്കുന്നതാണ്. അത്യാവശ്യം നമുക്ക് നല്ലപോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പയർ നമുക്ക് അധികം വളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല. ചാണകമോ അങ്ങനെ പച്ചിലകളൊക്കെയാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ അത്യാവശ്യം പയർ കിട്ടിയിട്ടോ. നമുക്കിനി അപ്പുറത്തെ സൈഡിലും കുറച്ച് പൊട്ടിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് അടപ്പിലാട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പയറും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടപ്പിൽ കാരണം അത്യാവശ്യം കുറച്ച് തീയിലാണ് വെക്കുന്നത്. നമുക്ക് അധികം തീയാകുമ്പോൾ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. അതായത് നമ്മുടെ പയറൊക്കെ അരിഞ്ഞത് കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് മസാല തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചിക്കൻ മസാല ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മുടെ മസാലപ്പൊടി തന്നെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ഉപ്പും പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാലയും. കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി ആയാലും അതെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് പൊടിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മസാല ഒക്കെ ആക്കുന്നത്. ഗരം മസാല ആയാലും ഞങ്ങളിവിടെ തന്നെ നമുക്ക് പട്ടയും അതുപോലെ തന്നെ കുരുമുളകും ജാതിക്കയും അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മസാല ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ്റെ പച്ചമുളകും ഇഞ്ചി സബോളൊക്കെ വഴറ്റി അതിന് ശേഷം മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ഇതൊന്ന് വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിത് നേരില്ല തന്നെ നമ്മൾ വെറുതെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്നൊരു ഫ്രൈ ആവുന്ന പോലെ ആവണം. അതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും ആ മസാല ഒന്ന് നമ്മൾ പിടിച്ചതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടാട്ടോ ചിക്കൻ തിളപ്പിക്കുന്നില്ല. അതുപോലെ വെള്ളത്തിൽ തിളച്ച് നല്ല അടിപൊളി ചിക്കനായിട്ട് കിട്ടും. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേതായാലും മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചെറുതാണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റുള്ള ചക്കകളാണ് നമുക്ക് കിട്ടൽ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മൂത്ത ചക്കയായിരുന്നു കേട്ടോ. അങ്ങനെ പശയൊക്കെ തുടച്ച് കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. കുഞ്ഞ് ചക്കയാണെങ്കിലും ചക്ക മുറിക്കാൻ കുറച്ച് പണിയാണല്ലോ. അങ്ങനെ മുറിച്ച് അതിൻ്റെ കൂണൊക്കെ ചെത്തിക്കളഞ്ഞ് അങ്ങനെ നമ്മൾ ചക്കയൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി. ചെടിത്തോട്ടത്തിൽ നിറയെ ആകാശമല്ലിയായിരുന്നു. അപ്പോൾ കുറേ കാട് പോലെ നിറഞ്ഞപ്പോൾ കുറേ പറിച്ച് മാറ്റിയതാണ്. ഇത് നമ്മുടെ പെരിപോട്ടിൻ്റെ ചെടിയാട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതാണ്. അത് നല്ല പോലെ അറുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ചേമ്പ് നടാനാട്ടോ പോയത്. വയലറ്റ് ചേമ്പാണ് പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കടൊക്കെ മാറ്റി വളമായിട്ട് നമ്മളിടുന്നത് നമ്മുടെ ശീമക്കൊന്നേര ഇലയും അതുപോലെ തന്നെ ചാണകപ്പൊടി ഇത് രണ്ടും ഇട്ടിട്ടാണ് നമ്മൾ ചേമ്പിനെ നട്ട് വെക്കുന്നത്. അടിയിൽ ഈ വളം ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചേമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും. അപ്പോൾ അത്യാവശ്യം കുറേ ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഇലയും ഇട്ട് നല്ലപോലെ ഒന്ന് മണ്ണിട്ട് മൂടാം. മണ്ണിങ്ങനെ മുകളിലോട്ടിടും തോറും അതിൻ്റെ വളമൊക്കെ പിടിക്കാനായിട്ട് നല്ല ഇതാണ് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറേ മണ്ണൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചേമ്പൊക്കെ നട്ട് പിന്നെ നമ്മുടെ ഈവനിങ് ഫുഡ് ചിക്കൻ ഉണ്ടായായിരുന്നു ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറിയും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.